ഗാർഹിക പീഡനത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ വീണ്ടും അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് പുറത്തുവരുന്നത്. ഗാർഹിക പീഡനത്തെ തുടർന്ന് കാസർഗോഡ് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുക്കുമുറുകുകയാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർതൃപീഡനമാണെന്നുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട്. യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തി. ഇതെല്ലാം പുതിയ പാടുകളാണെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. ഭർതൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവ് KM മുഹമ്മദ് ആദിലിനെ റിമാൻഡും ചെയ്തിട്ടുണ്ട്. ചെങ്കള ചെള്ളടുക്കത്തെ MK ഫാത്തിമത്ത് സുഫൈദയാണ് ആത്മഹത്യ ചെയ്തത്. ഫാത്തിമത്ത് സുഫൈദയ്ക്ക് 24 വയസ്സായിരുന്നു. ആദിലിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം, സ്ത്രീധനം ചോദിച്ചുള്ള പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചർലടുക്ക സ്വദേശി സുഫൈദയാണ് ഭർത്തൃ വീട്ടിൽ മുന്നിൽ രാസലായിനി കുടിച്ച് ജീവനൊടുക്കിയത്. പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ആദിലിനെ ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്തൃമാതാവിനെതിരെയും പ്രതി ചേർത്തെന്ന് പോലീസ് അറിയിച്ചു. ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ രാസലായിനി കുടിച്ചാണ് ചെങ്കള ചെർലകടുത്ത് MK ഫാത്തിമത്ത് സുഫൈദ ആത്മഹത്യ ചെയ്തതെന്നുള്ള വാർത്തകൾ ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ എന്തോ പ്രശ്നം വീട്ടുകാരെ ബാധിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സ്ത്രീധന പീഡനവും അതുപോലെ ഗാർഹിക പീഡനവും അടക്കമാണ് ഇപ്പോൾ ആ വീട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വച്ചിരിക്കുന്നത്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് മരണത്തിന് കാരണമെന്ന ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പരാതിയെ തുടർന്നാണ് ഭർത്താവ് ആദിലിനെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. BA B.Ed ബിരുദധാരിയാണ് ഫാത്തിമത്ത് സുഫൈദ. നായന്മാർ മുല തൻബിഹുൽ ഇൽസാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയെ ജോലി ചെയ്തിരുന്നു. ആദിൽ പ്രവാസിയായിരുന്നു. 3 വർഷത്തോളമുള്ള പ്രണയത്തിനൊടുവിൽ 1 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹത്തിന് പിന്നാലെ സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിരന്തരം ഭർത്തൃവീട്ടുകാരുടെ ഗാർഹിക പീഡനത്തിൽ സുഫൈദ ഇരയാണ് കുടുംബം ആരോപിക്കുന്നു. തിങ്കളാഴ്ച 1ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് ആത്മഹത്യ ചെയ്തത്. സുഫൈദ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സഹോദരൻ ശനിയാഴ്ച രാത്രി പാണലത്തെ വീട്ടിലെത്തിയിരുന്നു. ഇതിനിടെ ഭർത്താവ് ആദിൽ പ്രകോപനപരമായി തന്നെ സംസാരിച്ചു. പോയാൽ തിരിച്ചു വരേണ്ടതില്ലെന്നും പറഞ്ഞു. തുടർന്ന് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് യുവതി തുരുമ്പ് കളയുന്നതിന് ഉപയോഗിക്കുന്ന രാസലായിനി കഴിക്കുകയായിരുന്നു. ഉടൻ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെ 1:30 മരിച്ചു. ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെ ഭാഗത്തു നിന്ന് യുവതിക്ക് ശാരീരികമായും മാനസികമായും ഉപദ്രവം ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ MK അബ്ദുൽ വാസിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചെർലടുക്കയിലെ പരേതനായ അബ്ബാസിന്റെയും സഫിയയുടെയും മകളാണ് സുഫൈദ. പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം മിടുക്കിയാണ്. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ആത്മഹത്യ ചെയ്യുന്ന മനസ്സിന്റെ കട്ടിയല്ല സുഫൈദയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് എടുത്തു പറയുന്നു.